തിരുവനന്തപുരം വെള്ളറടയിൽ രോഗിയായ യുവതിയെ വഴിയിൽ ഇറക്കിവിട്ട KSRTC കണ്ടക്ടർക്കെതിരെ നടപടി വന്നു. എംപാനൽ ജീവനക്കാരനായ C. അനിൽകുമാറിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു. ഗൂഗിൾ പേ വഴി പണം നൽകിയത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യാത്രക്കാരിയെ വഴിയിൽ ഇറക്കിവിട്ട് മഹാമനസ്കത കാണിക്കാൻ ഈ കണ്ടക്ടർ ധൈര്യം കാണിച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, എന്തായാലും നമ്മുടെ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി, ഇയാൾക്കെതിരെ ഒരു നടപടി വന്നു. മറ്റുള്ള കണ്ടക്ടർമാർക്കും ഇതൊരു മാർഗദീപമാകട്ടെ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം 24 ന്യൂസാണ് ഈ വെള്ളറട സ്വദേശിനിയായിട്ടുള്ള ദിവ്യയുടെ വിഷമം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 26-ാം തീയതി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 8:30 കൂടിയാണ് വെള്ളറട കൂനമ്പനയിൽ നിന്ന് ദിവ്യ ബസ് കയറുന്നത്. ജോലി കഴിഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനാണ്. അവർ വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം, രോഗ അവസ്ഥയായിരുന്നു. ആശുപത്രിയിൽ പോയതിനു ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. കാരക്കോണം എത്തുമ്പോഴാണ് ഗൂഗിൾ പേ വഴി പണം നൽകുന്നത്. പേഴ്സ് എടുക്കാൻ വിട്ടുപോയി. ഈ സാഹചര്യത്തിൽ സർവർ ബിസി ആയിരുന്നതിന്, പ്രാദേശിക മേഖലയാണ്, മലയോര മേഖലയാണ്, അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് തകരാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അയക്കാൻ വേണ്ടി കഴിയുമെന്ന് ഈ യുവതി ആവർത്തിച്ചു പറയുന്നു. പക്ഷേ കണ്ടക്ടർ അത് അനുസരിച്ചില്ല. അവിടെ തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, ഒപ്പം അധിക്ഷേപിക്കുന്ന സ്വരത്തിലാണ് സംസാരിച്ചത് എന്നുള്ളതാണ്. തുടർന്ന് ഈ വെള്ളറടയിലെ ഡിപ്പോയിൽ ഭർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം പണം നൽകാമെന്നൊക്കെ തന്നെ ദിവ്യ പറയുന്നെങ്കിൽ പോലും ഒരു തരത്തിൽ ഈ കണ്ടക്ടർ കേൾക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഭർത്താവ് എത്തിയാണ് ഈ ഇരുളടഞ്ഞ സ്ഥലത്ത് നിന്ന്, മലയോര മേഖലയാണ് നമുക്കറിയാം, അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിറ്റേന്നാണ് ATOയ്ക്ക് പരാതി നൽകിയത്. മന്ത്രിയുടെ ഓഫീസിൽ അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ നടപടിയായിരിക്കുന്നു. എംപാനൽ കണ്ടക്ടറായിട്ടുള്ള C. അനിൽകുമാറിനെ താൽക്കാലികമായി മാറ്റി നിർത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു KSRTC അധികൃതർ എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.